വണക്കം. ഹൃദയഹാരിയായിട്ടുള്ള സലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരത്തിൻ്റെ കേരള സ്റ്റോറി 1 എന്ന് പറയുന്ന കഥയ്ക്ക് ശേഷം ഒരു കേരള സ്റ്റോറി 2ൻ്റെ ട്രെയിലർ കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേരള സ്റ്റോറി 1 കണ്ടിട്ടില്ല. കേരള സ്റ്റോറി 2ൻ്റെ ട്രെയിലർ സത്യം പറഞ്ഞാൽ ഞാൻ കാണാൻ ഉദ്ദേശിച്ചിരുന്നുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ അതിഭീകരമായിട്ടുള്ള നെഞ്ചത്തടി നിലവിളിയാണ് കണ്ടത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ കേരള സ്റ്റോറി 2-ൽ കേരളത്തിനെക്കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളീയരുടെ, പ്രത്യേകിച്ച് കമ്മിക്കുട്ടന്മാരുടെയും സുഡാപ്പികളെ, പിന്നെ അവന്മാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, സുഡാപ്പികളുടെയും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് എൻ്റെ കേരളം ഇങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ ഇതല്ല എൻ്റെ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യക്കാരെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രബുദ്ധരായതുകൊണ്ട് നോർത്ത് ഇന്ത്യക്കാരന്മാർ ചാണകമാണ്, ഗോമൂത്രമാണ്, മറ്റതാണ് ചാണകമാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഈ നിലവാരം കുറഞ്ഞ കോമഡികളൊക്കെ കേരളത്തിലുള്ള പല യുവ ബഹുജനങ്ങളും അടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് നിലവാരമുള്ളൊരു സാധനം പോലും കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇടയിലോട്ട് ചാണകം, ഗോമൂത്രം, ശൂലം, ഭ്രൂണം, ഗർഭിണി ഇത് ഇടുന്ന ഒരു പ്രവണത ഇന്നും, അതായത് നമ്മുടെ ജഗതി പറയുന്നത് പോലെ ഈ നീർക്കോലിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും കേരള സ്റ്റോറി 1 അതിൽ പ്രധാനമായിട്ടും എന്താണ് പറയുന്നത്? കേരള സ്റ്റോറി 1-ൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ഒരു 50, 60, 70 ഒരു 1.5 ലക്ഷം പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് ഐസിസിലോട്ട് പോയിട്ടുണ്ട് എന്നാണ് കേരള സ്റ്റോറി 1-ൽ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ സുഡാപ്പി ചാനൽ പറയുന്നത് 1.5 ലക്ഷം പേരാ. 1.5 ലക്ഷം പേരൊന്നും നമ്മൾ ഇവിടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ആറ്റുകാലുള്ള നിമിഷപ്രിയ പോയത്, മറ്റടത്തുള്ള ലെവൽ പോയത് എന്നൊക്കെ കുറച്ച് പേരൊക്കെ പോയി കാണും. പക്ഷേ 1.5 ലക്ഷം ഒന്നും പോയിട്ടില്ല, അതൊക്കെ പച്ചക്കള്ളമാണ്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. 1.5 പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല, 50,000 പോയിട്ടില്ല, 30,000 പോയിട്ടില്ല. വളരെ കുറച്ച് തെറ്റിയും തെറിച്ചും കയ്യിലെണ്ണാവുന്ന കുറച്ചെണ്ണമൊക്കെ പോയിട്ടുണ്ട്. അതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി കേരള സ്റ്റോറി 2ൻ്റെ ട്രെയിലറിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ ആ ട്രെയിലർ കാണാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടു. ആ ട്രെയിലർ എന്ന് പറഞ്ഞ് കേരള സ്റ്റോറി 2ലെ ട്രെയിലർ എന്ന് പറഞ്ഞ് ആദ്യം കാണിക്കുന്നത് രാജസ്ഥാനാണ്. ആ രാജസ്ഥാൻ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ആ രാജസ്ഥാനിൽ ഒരു പെൺകുട്ടിയെ ഒരു യുവാവ് വളയ്ക്കുന്നു. അങ്ങനെ വളച്ചു കഴിഞ്ഞ ശേഷം വിവാഹത്തിനായി പ്രേരിപ്പിക്കുന്നു. രാജസ്ഥാനിൽ നേരെ തെറിച്ച് മധ്യപ്രദേശിലേക്ക് വരുന്നു. പിന്നീട് അപ്പം അപ്പോഴും ഞാൻ വിചാരിച്ചത് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കാണിക്കുന്ന രാജസ്ഥാൻ, പിന്നെ കാണിക്കുന്ന മധ്യപ്രദേശിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ്. മധ്യപ്രദേശിലും ഒരു പെൺകുട്ടിയെ ഒരുത്തൻ വളച്ചു കഴിഞ്ഞ ശേഷം കല്യാണത്തിനായി ശ്രമിക്കുന്നു. അതിനുശേഷമാണ് പിന്നെ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലും ഇവിടെ അങ്ങനെ ഒരുത്തൻ വളച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ കല്യാണത്തിനായിട്ട് ശ്രമിക്കുന്നു. കല്യാണം കഴിക്കാൻ നേരത്തെ ഈ പെൺകുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛാ അവൻ വളരെ ലിബറലാണ്, അവനാണെങ്കിൽ തട്ടമൊന്നും ഇടണ്ട, എനിക്കാണെങ്കിൽ ഞാനായിട്ട് തന്നെ ജീവിക്കാം, എനിക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ ശേഷം ഈ രാജസ്ഥാനിലെ പെൺകുട്ടി പിന്നീട് കാണുന്നത് ഇവൻ്റെ മറ്റൊരു മുഖമാണ്. അതായത് ഈ പെൺകുട്ടി റീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവ ഓടി വന്ന് ഈ പെൺകുട്ടിയുടെ മൊബൈൽ തല്ലി പൊളിക്കുകയോ ലൈറ്റ് എടുത്ത് എറിയുകയോ ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ഈ പെൺകുട്ടിയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച കഴിഞ്ഞ ശേഷം ചോദിക്കുന്നു, പെണ്ണുങ്ങൾ പുരയിലിരുന്നാൽ മതി, ഇതൊന്നും നടക്കില്ല ഇവിടെ എന്ന് പറയുന്ന ഒരു സീനാണ് ആദ്യം. രണ്ടാമതെന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റാണ്. ആ ജേർണലിസ്റ്റ് എനിക്കൊന്ന് മധ്യപ്രദേശ് രാജസ്ഥാനിലെ എവിടെയുള്ളവർ, അവനോട് ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്ര ലിബറലായിരുന്നു നിങ്ങൾ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇനി മൂന്നാമതാണ് കേരളം വരുന്നത്. ആ കേരളത്തിലെ സീനാണ് നമ്മുടെ കേരളത്തിലുള്ള പല ആൾക്കാരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന സീനാണ് അതിനകത്തുള്ളത്. അതായത് ആ പെൺകുട്ടി പറയുന്നത്, ചത്താലി ഞാൻ ബീഫ് തിന്നില്ലടാ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ അണ്ണാക്ക് കുത്തി തുറന്ന് അതിനകത്ത് ബീഫ് കുത്തിക്കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലുള്ള ജനങ്ങളെ പൂർണ്ണമായിട്ടും ചൊടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ ആരുടെയും വാക്കകത്തോട്ട് ബീഫ് കുത്തിക്കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം. ആ വാദം ശരിയുമാണ്. കേരളത്തിലെ എല്ലാ ആൾക്കാരും ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിലെ എല്ലാ ആൾക്കാരും പോർക്ക് കഴിക്കുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം എന്താണ്? പോർക്ക് മറ്റൊരു സമുദായത്തിന് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളും കഴിക്കില്ല. കിട്ടിയാൽ ചിലപ്പോൾ കഴിക്കും, പക്ഷേ അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മൾ കഴിക്കില്ല. അതെന്താ? അത് ചിലപ്പോൾ അവരുടെ മാതൃകാലം വ്രണപ്പെട്ടാലോ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളൊരു സെറ്റപ്പാണ് നിലവിൽ കേരളത്തിലെ എക്കോസിസ്റ്റം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിലുള്ളൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇതേ എക്കോസിസ്റ്റം നേരെ എടുത്തുനിന്ന് തിരിച്ചു വെച്ചാൽ മതി. അതാണ് ഉത്തരേന്ത്യയിലെ എക്കോസിസ്റ്റം.
ഉത്തരേന്ത്യയിൽ ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ബീഫ് കഴിക്കുക എന്നുള്ളത് നിരോധിച്ച സാധനമാണ്. ഇറച്ചി, പശുവിനെ വെട്ടുക എന്നുള്ളത് അവിടെ നിരോധിച്ചൊരു സാധനമാണ്. അത് നിരോധിച്ചത് BJP ആണോ? BJP അല്ല. ആരാണ് ഇത് ചോദിച്ചത്? കോൺഗ്രസ് ആണ് ഇത് ചോദിച്ചത്. ഈ ബീഫുമായി ബന്ധപ്പെട്ട വിവാദം തുടങ്ങുന്നത് എപ്പോഴാണ്? 2014 നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണോ? അല്ല, അതിനു മുമ്പേ ബീഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരൻ്റെ സമയം തൊട്ടേ ഉണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്ത് തുടങ്ങാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ വെടിയുണ്ടല്ലോ, ആ വെടിയുണ്ടയിൽ ഈ പന്നിയുടെയും പശുവിൻ്റെയും നെയ് പുരട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ അവന്മാരുമായിട്ട് ക്ലാഷ് ഉണ്ടാകാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ, അതായത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും വിശ്വാസത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവരുമായിട്ട് ക്ലാഷ് ഉണ്ട്. അപ്പോൾ ചരിത്രാതീത കാലം മുതൽ നമ്മൾ ഉള്ള അന്തർലീനമായിട്ടുള്ളൊരു വിശ്വാസമാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ട്രംപുമായി US വ്യാപാര കരാറിൽ ഏർപ്പെട്ടപ്പോൾ ഇവിടെയുള്ള ക്ഷീരകർഷകർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇവിടോട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മിൽക്ക്, അവൻ്റെ അമ്മൂമ്മയുടെ പാല് കൊണ്ടുവരാൻ പറ്റില്ല എന്നിവിടെയുള്ള കർഷകർ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് എന്ന് പറയുന്നത് അതിൽ എന്തുണ്ടാകും? മാംസത്തിൻ്റെ അംശമുണ്ടാകും. അതായത് ഈ പശുവിന് കൊടുക്കുന്ന ഭക്ഷണം അത് വൈക്കോലും പുല്ലും ഒന്നും ആയിരിക്കില്ല കൊടുക്കുന്നത്, അത് എല്ലുപൊടിയൊക്കെ ചേർത്ത പല കാലിത്തീറ്റയായിരിക്കും കൊടുക്കുന്നത്. അതിൽ കൊണ്ടുവരുന്ന പാല് ഇവിടെ വേണ്ട. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ അമ്പലം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പാലഭിഷേകം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഈ ഹിന്ദു സമൂഹം ചെയ്യാറ്. അതൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ഭരണഘടനയിൽ മൗലികമായിട്ടുള്ള അവകാശത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ അവരുടെ വിശ്വാസത്തിൽ അവരെന്തോ ചെയ്തോട്ട് നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പാല്, അതായത് ഈ പശു തിന്നുന്ന, ഈ എല്ലുപൊടി തിന്നുന്ന പശുവിൻ്റെ പാല്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പാല് അവിടെ ഒഴിക്കരുത്. അതായത് എവിടെ ഒഴിക്കരുത്? ഇതിൻ്റെ മുകളിൽ ഒഴിക്കരുത്. ഈ ശിവലിംഗത്തിൻ്റെ മുകളിലോ വിഗ്രഹത്തിൻ്റെ മുകളിലോ ഒഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായത്. ഇനി ആന്ധ്രാപ്രദേശിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിയെ കുന്തത്തിൽ കുത്തി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കുന്തത്തിൽ കുത്തി നിർത്തിയിരിക്കുന്നത് അവിടെയുള്ള ലഡ്ഡു, ആ ലഡ്ഡു ഉണ്ടാക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ്. ആ കൾച്ചറിനനുസരിച്ചാണ് ഓരോ ആൾക്കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പരസ്യമായിരുന്ന ആരും മദ്യപിക്കാറില്ല. മദ്യപിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ ഈ കേരള സ്റ്റേറ്റ് താണ്ടി തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാതിരാത്രി ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ധ്യ സമയമായി കഴിയുമ്പോൾ പോസ്റ്റിൻ്റെ മൂട്ടിലൊക്കെ ഇരുന്ന ആൾക്കാർ മദ്യപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, അവിടെ ആരും ഹെൽമറ്റേ വയ്ക്കാറില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ഹെൽമറ്റ് വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ പോലീസായി, ലാത്തിയായി, എറിഞ്ഞിടലായി. അതൊക്കെ അവരുടെ ഓരോ സംസ്ഥാനം മാറുമ്പോൾ അവരുടെ രീതികളും മാറുമെന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പശു ആണെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് റോഡിൽ കൂടെയൊക്കെ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വാരണാസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള അവരുടെ കൾച്ചറലായിട്ടുള്ള ഓരോ തത്വങ്ങളും അതിൻ്റെ പിന്നിൽ അന്തർലീനമായി ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഈ നോർത്ത് ഇന്ത്യയിലെ വാരണാസിയിലടക്കം ശവശരീരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ നമ്മുടെ ഇവിടെ വെള്ളായണി കായലില്ല, ശാസ്താംകോട്ട കായലിലാകെ ശവശരീരം ഒഴുകി നടന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അവരങ്ങനെ കഴിക്കാറില്ല. ഇനി ഇത് പൊളിറ്റീഷ്യൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. കേരളത്തിന് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ BJP കേരളം ഭരിക്കില്ല എന്ന് കുറേ കേട്ട് വാണാലികൾ ഇവിടെ കിടന്ന് ആദിഭീകരമായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ BJPക്ക് കേരളം ഭരിക്കണം എന്ന് നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ തോന്നിക്കഴിഞ്ഞാൽ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി കേരളം ഇങ്ങെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനായിരിക്കും ഇവരുടെ ലക്ഷ്യം? അങ്ങനെയൊന്നുമില്ല. വോട്ടെടുപ്പിൽ കൂടെ തന്നെ അവർ വരും. അതിനുള്ള കെൽപ്പും കൈക്കരുത്തും ഉള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ മുകളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ കേരളക്കരയിലുള്ള ആൾക്കാരുടെ ഭയങ്കര പ്രബുദ്ധതയും മറ്റേതും മാങ്ങാത്തൊലിയൊക്കെ കൊണ്ടാണ് ഇവർ വരാത്തത് എന്നൊന്നും പറയേണ്ടത്. ഇവിടുത്തെ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധതയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കുക. ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റാത്ത ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം നമ്മുടെ നാട്ടിൽ വന്നു. എത്ര വിവാദമായി. അതായത് ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറിയപ്പം ഒരു ഉസ്താദ് ആട്ടി ഓടിക്കുകയാണ്. ആ പാവം പിഞ്ചു കുട്ടിയെ ആട്ടി ഓടിക്കുകയാണ്. ആരാടാ ഇവിടുത്തെ സ്റ്റേജിൽ കയറാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് ആട്ടി ഓടിക്കുകയാണ്. അത് വലിയ വിവാദം. ഇവിടുത്തെ ഏതെങ്കിലും പൊളിറ്റീഷ്യന്മാർ എന്തെങ്കിലും വാ തുറന്ന് മൊഴിയില്ല. വോട്ട് ബാങ്ക്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മദ്രസയിൽ എത്രത്തോളം കുട്ടികൾ പീഡിപ്പിക്കുന്നുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ഒരു യമണ്ടൻ കേരള സ്റ്റോറി എടുക്കാം. ഒരു കുട്ടി നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാൽ അത് മുസ്ലിം കുട്ടിയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഇവിടെ മെഴുകുതിരി കത്തിക്കലും അതിഭീകരമായിട്ടുള്ള പ്രകടനവും മറ്റതും മറിച്ചതും എല്ലാം നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ മതപാഠശാല
സർവകലാശാലകളിൽ എത്രത്തോളം കുട്ടികൾ അതിദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പത്രം തുറന്നാൽ ഈ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിലൊരു കുട്ടി എങ്ങനെ ആ കുട്ടി സർവൈവ് ചെയ്യുന്നു, ആ കുട്ടിക്ക് പിന്നെ ഉണ്ടാകുന്ന ട്രോമ എന്താണ്. അല്ല, എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് ഫോളോ ചെയ്യുന്നവരെ ഞാൻ കാണാറില്ല. ഇത് നോർമലൈസ് ആയിപ്പോയി. അതായത് അതൊക്കെ പീഡനങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിലാണ് ഇത് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഈ ഒരു സൈഡിലോട്ട് മാത്രമേ കണ്ണാടി ഇരിക്കുന്നുള്ളൂ. മറ്റേ സൈഡിലോട്ട് കണ്ണാടി തിരിച്ചാൽ അവന്മാർ ആ കണ്ണാടി അടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് തന്നെ മറ്റേ സൈഡിലോട്ട് കണ്ണാടി തിരിക്കാനും പറ്റില്ല. ഇനി ആ സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വേറെ ഏതെങ്കിലും മതസ്ഥൻ്റെ കൂടെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടി നേരിടാത്ത അപവാദങ്ങളൊന്നുമില്ല. ആ പെൺകുട്ടി പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അഭിസാരികയാണ്, ഇവളെ നാളെ റെയിൽവേ ട്രാക്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞ അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അമിത്ഷായ്ക്കും മോദിക്കും കേരളം ഭരിക്കണമെന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ നാളെ ഈ കേരളം എടുത്തിട്ട് അമ്മാനമടാനുള്ള കൈക്കരുത്തുള്ള ടീമാണ് മോളിൽ ഇരിക്കുന്നത്. പിണറായി വിജയനോ വി ഡി സതീശനോ ആരെതിർത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള തന്ത്രം എന്ന് പറയുന്നത് BJP എപ്പോഴും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഭരിക്കേണ്ടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് BJP ഭരിക്കുന്നത്. നിങ്ങൾ ആ BJPയുടെ ആ ടൈം ലൈനും അവർ ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ നിങ്ങൾ മനസ്സിലാകും. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അവിടെ ആ ഭരിക്കുന്നവർ BJPയുടെ പിണിയാളുകളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP വെസ്റ്റ് ബംഗാൾ പിടിക്കാൻ ഇത്രയധികം പണിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടെ BJPക്കും BJP പ്രവർത്തകർക്കും RSSകാർക്കും അടി കൊണ്ട് ചോര തുപ്പിയാലും നരേന്ദ്രമോദി ഒരു വാക്കുപോലും പറയില്ല. കാരണം അവിടെ ഭരിക്കണം, നാളെ അവിടെ ഭരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മോദി ഒന്നും പറയാൻ പോറില്ല. ഒരു ബംഗാൾ സ്റ്റോറിയും അവിടെ ഇറങ്ങാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളെ വെറുപ്പിക്കാൻ ഇവിടെ കേന്ദ്രത്തിന് ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളിൽ ഭരിക്കേണ്ടത് BJPയുടെ ചിരകാല അഭിലാഷമാണ്. പോരാത്തതിന് MP സീറ്റ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുപാടുണ്ട്. അതെല്ലാം കൂടെ കൊണ്ട് ആഡ് ചെയ്യണം എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. ബംഗ്ലാദേശുമായി വെസ്റ്റ് ബംഗാൾ ബോർഡർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഭരിച്ചു കഴിഞ്ഞാൽ മാത്രമേ BJPക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവരത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ കേരളം ഒരു അതിർത്തിയും പങ്കിടുന്നില്ല ഒരു സംസ്ഥാനമായിട്ട്. നമ്മളെ തൊട്ടപ്പുറത്ത് അറബിക്കടലാണ്, തമിഴ്നാടും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബേ ഓഫ് ബംഗാളാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കേരളവും തമിഴ്നാടും, ഈ രണ്ട് സംസ്ഥാനങ്ങളും BJP ഒഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് കേരളം അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്റ്റോറികളൊക്കെ ഇറക്കിയിട്ട് മുകളിൽ കൊണ്ട് ഉത്തരേന്ത്യക്കാരെ കാണിക്കുക. ഉത്തരേന്ത്യക്കാരെ കാണിക്കുമ്പം അവർ വിചാരിക്കും, കേരളം എന്ന് പറയുന്നത് എന്തോ ഭീകരമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തിലെ പോലെ നമ്മുടെ നാടുമാകരുത് എന്ന് പറഞ്ഞ് അവർ പേടിച്ചവർക്ക് വോട്ട് ചെയ്യും. അതാണ് അവിടുത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് കേരളത്തിനെ കാണിച്ച് ഉത്തരേന്ത്യയിൽ വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ അവർ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ 20 സീറ്റും വേണ്ട, നമ്മുടെ ഭരണവും അവർക്ക് വേണ്ട എന്നുള്ളതാണ്. നമുക്കിവിടെ ഭരിക്കാൻ LDF മാറിയ UDF അത് തന്നെ ധാരാളമെന്ന് മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം. എന്തായാലും കേരള സ്റ്റോറി 2, ഈ കേരള സ്റ്റോറി 2 കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ കേരളത്തിൽ ഈ സ്റ്റോറി ഇറക്കി കേരളത്തിൽ ഭരണം പിടിക്കാനായിരിക്കുന്നു. അങ്ങനെയല്ല. ഇവർക്ക് ഭരണം കേരളത്തിലല്ല ഇതുകൊണ്ട് വേണ്ടത്. ഇവർക്ക് ഭരണം അങ്ങ് മുകളിലാണ്. കാരണം കേരളത്തിലെ ഭരണമോ അല്ലെങ്കിൽ കേരളത്തിലെ ഈ സീറ്റുകൾ കൊണ്ടോ അവിടെ മൂക്കി വലിക്കാൻ പോലും ആവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി.